ഒരുപാട് കോഴ്സ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഔട്ട്സൈഡ് നോളജും ഇൻസൈഡ് നോളജും യൂട്യൂബ് നോളജും ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്രൈസ് ആക്ഷൻ, അത് ഇത് മറ്റത് മറിച്ചത് പല സ്ട്രാറ്റജീസ് മെനഞ്ഞിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങോട്ട് കൺസിസ്റ്റൻസിയിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നമാണ് ഒരുവിധം ട്രേഡേഴ്സ് എല്ലാവരും ഇന്ന് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് അത്യാവശ്യം ഒരു ചിന്തിക്കാൻ കഴിവുള്ളവന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ ആ ഒരു വേ ആണ്, ആ ഒരു വേ ഓഫ് മെത്തേഡിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ആരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഇവരെ മാർക്കറ്റ് മേക്കേഴ്സ്, ബിഗ് പ്ലേയേഴ്സ്, ഒരു വലിയൊരു ടീം, അവരാണ് ആളുകളെ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നെ